ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 ഒരു ലേറ്റസ്റ്റ് തമിഴ് മൂവിയായ ശക്തി തിരുമകൻ. സിനിമയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ മറക്കരുത്. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും ഒപ്പം ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നുകൊണ്ട. നമുക്ക് നേരെ സിനിമയിലേക്ക് പോയാലോ. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ 1989 മൈലാഡ് ദ്വാര എന്ന ഒരു ഗ്രാമത്തിൽ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ അവള് ജോലി ചെയ്തിരുന്ന മഠത്തില് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് അറിയുകയാണ്. അതറിഞ്ഞത് അവർ വേഗം തന്നെ വന്ന് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലായത് അവളുടെ ഇഷ്ടപ്രകാരം തൂങ്ങി മരിച്ചതായിരുന്നില്ല. ആരോ ബലപ്രയോഗത്തിൽ അവളെ നശിപ്പിച്ച ശേഷം ഇങ്ങനെ തൂക്കിലേറ്റിയതായിരുന്നു. ആ മഠത്തിൽ തന്നെയുള്ള ആരോ ആണ് ഇത് ചെയ്തതെന്ന് അങ്ങനെ ഇൻവെസ്റ്റിഗേഷനിൽ തെളിയുകയാണ്. അപ്പോഴാണ് ആ മഠത്തിന്റെ ഓണറായ അഭ്യങ്കർ എന്ന ഒരു ബിസിനസ് മാൻ പോലീസ് ഓഫീസറിന്റെ ഫോണിലേക്ക് കോൾ ചെയ്തിട്ട്, നിന്നെ ഞാൻ ഹയർ പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യാം, ഈ കേസ് സൂയിസൈഡ് അല്ലാന്ന് നീ വരുത്തി വെക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയും. ഈ അഭ്യങ്കർ എന്ന് പറഞ്ഞത് ഒരു സാധാരണ ബിസിനസ്മാൻ മാത്രമായിരുന്നില്ല കേട്ടോ, ഒരു വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഓണർ ആയിരുന്നു. ഇയാളുടെ പിന്നില് വലിയൊരു സാമ്രാജ്യം തന്നെ ഇയാൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാള് ഈ കേസ് ക്ലോസ് ചെയ്യാൻ പറയുമ്പോ ആ പോലീസ് ഓഫീസർ ചോദിക്കും, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ഈ മരിച്ചുപോയ സ്ത്രീക്ക് ഒരു ചെറിയ ആൺകുഞ്ഞ് ഈയിടെയാണ് ജനിച്ചത്, അതിനെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പറയുന്നത് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് അഭ്യങ്കർ പോലീസുകാരന് ആ കുട്ടീനെ എന്ത് ചെയ്യണമെന്നുള്ള ഇൻസ്ട്രക്ഷനും കൊടുക്കുകയാണ്. ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ തന്നെ നമ്മുടെ പോലീസുകാര് ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ കേസും ക്ലോസ് ചെയ്യാണ്. തുടർന്ന് മുന്നോട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടത്തുകയും ചെയ്യുന്നില്ല. അതുമാത്രമല്ല, ഉണ്ടായ തെളിവുകളൊക്കെ അതും അയാൾ നശിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൂടാണ്ട് ആ കുഞ്ഞുണ്ടല്ലോ, ഈ സ്ത്രീക്ക് ഉണ്ടായ ആ ചെറിയ പിഞ്ചു കുഞ്ഞു, അതിനെ എടുത്തിട്ട് ഒരു കുപ്പത്തൊട്ടിയിൽ കൊണ്ടുവന്നിട്ട് നിക്ഷേപിക്കുകയാണ്. ആ കുപ്പത്തൊട്ടിന്റെ ചുറ്റിലും നിറയെ നായ്ക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിനുശേഷം ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു, അഥവാ ആ നായ്ക്കളുടെ ഭക്ഷണമായിട്ട് തീർന്നു ആ കുഞ്ഞ്, അതും അല്ലെങ്കിൽ അവന്റെ അമ്മയ്ക്കുണ്ടായ ഈ ഒരു അനുഭവത്തിനെതിരായിട്ട് ആരാണോ പ്രവർത്തിച്ചത് അയാൾക്ക് വേണ്ടി ഈ കുഞ്ഞു പോരാടിയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടെ സിനിമയുടെ ടൈറ്റിൽ ഇവിടെ ഇട്ടിട്ട് നമ്മുടെ സിനിമ ഇവിടെ ആരംഭിക്കും. അങ്ങനെ സിനിമ സ്റ്റാർട്ട് ചെയ്തതും ഇപ്പോ 2025 കാലഘട്ടത്തില് ചെന്നൈയിലെ സെക്രട്ടേറിയറ്റില് ഒരു വയസ്സായ ഒരാള് വന്നിട്ട് അയാളുടെ മകൾക്ക് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ 40 ലക്ഷം രൂപ ഇയാൾക്ക് കിട്ടി PF അവിടെ ഉണ്ടായ ഗവൺമെന്റ് ഓഫീസറിന് കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ട് അയാളുടെ കയ്യിലുള്ള എല്ലാ പൈസയും വാങ്ങി വെച്ച ശേഷം ഈ ഗവൺമെന്റ് ഓഫീസർ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ട്രാൻസ്ഫർ ഒന്നും നടക്കില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുന്നൊക്കെ ഇയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് അടിക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്ത ശേഷം ഇയാൾക്ക് സഹിക്കാൻ കഴിയാണ്ട് ഗവൺമെന്റ് ഓഫീസിൽ ജോലിയും ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് കൈക്കൂലിയും വാങ്ങി അവസാനം ചെയ്യേണ്ട കാര്യവും ചെയ്യാണ്ട് ഇപ്പൊ എന്നെ ആക്രമിക്കുകയാണോ എന്നൊക്കെ ഇയാൾ ഇങ്ങനെ അവിടുന്ന് വിളിച്ചു പറയുന്നത് തൊട്ടപ്പുറത്ത് ടീ കട വെച്ചിട്ടുണ്ടായ വേറൊരു മുതിർന്ന ആള് കേൾക്കുകയാണ്. അങ്ങനെ അയാൾ ഇത് കേട്ടതും പെട്ടെന്ന് ഈ വയസ്സായ ആളോട് വന്നിട്ട് പറയാണ്, നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ ഞാൻ ഒരാളെ പറഞ്ഞു തരാം, അയാളെ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാ പ്രശ്നവും തീരുമാനാക്കി തരുന്നത്. അങ്ങനെ അയാൾ പറഞ്ഞത് കേട്ടിട്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഏജൻസി വെച്ച് നടത്തിക്കൊണ്ടിരുന്ന കിട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ പോയിട്ട് കാണുകയാണ് ഈ വയസ്സായ ആള്. ഈ കിട്ടുവിന്റെ ഓഫീസിൽ ഇപ്പൊ തന്നെ കുറെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടാവും. പൊളിറ്റിക്കലായിട്ടും ലീഗലായിട്ടും പൈസേന്റെതോ ട്രാൻസ്ഫർ ഇങ്ങനത്തെ ജോലിയായി ബന്ധപ്പെട്ടോ എന്ത് വിഷയങ്ങൾക്കും ഈ കിട്ടുവിന്റെ അടുത്തായിരുന്നു ആൾക്കാർ വരുന്നുണ്ടായത്. കിട്ടുവിന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ സോൾവ് ആക്കാനും കിട്ടുവിന് സാധിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാനും മാത്രം ഈ കിട്ടു ആരാന്നല്ലേ. കിട്ടു എന്ന് പറഞ്ഞത് ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല കേട്ടോ. ഈ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ എല്ലാ ആൾക്കാരും നമ്മുടെ കിട്ടുവിന്റെ കൈകൾക്കുള്ളിലായിരുന്നു. അങ്ങനെ എല്ലാരെയും കൈക്കുള്ളിൽ വെച്ച് നടക്കുന്ന ഒരു ബ്രോക്കർ ആയിരുന്നു നമ്മുടെ കിട്ടു. അത് മാത്രമല്ല, നമ്മുടെ സിനിമയുടെ ഹീറോയും കൂടെ നമ്മുടെ കിട്ടു ആണ്. വലിയ വലിയ ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും എല്ലാം ഒരു സഹായിയായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു കിട്ടു. അഥവാ രാഷ്ട്രീയക്കാർ മൂലം എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പെണ്ണുങ്ങളെ വരെ സപ്ലൈ ചെയ്തിട്ട് അതൊന്നും ആർക്കും അറിയാണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറെ ആൾക്കാരെ തന്റെ കോണ്ടാക്ട്സിനുള്ളിൽ വരുത്തിയിട്ടുണ്ട് നമ്മുടെ കിട്ടു. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു IG വന്നിട്ട് നമ്മുടെ കിട്ടുവിനോട് തന്നെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ടിട്ട് കിട്ടു അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോസസ്സും ചെയ്യാണ്. അതുമല്ലാണ്ട് അതിന് പരിഹാരമായിട്ടുള്ള പൈസയും വാങ്ങി വെക്കുകയാണ്. അങ്ങനെ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു നമ്മുടെ കിട്ടു. അങ്ങനെ ഇപ്പൊ കിട്ടുവിന്റെ അടുത്തേക്ക് ഈ 40 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ടായ ആ വയസ്സായ ആളുണ്ടല്ലോ, അയാൾ വന്നിട്ട് ആ ഗവൺമെന്റ് ഓഫീസറിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കും. എന്നാൽ ആ ഗവൺമെന്റ് അധികാരി ഒരു സാധാരണ ആളായിരുന്നില്ല, ഒരു വലിയൊരു അമീച്ചറിന്റെ കീഴിൽ PA ആയിട്ട് ജോലി ചെയ്യായിരുന്നു ഇയാള്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോ പറയും, നിങ്ങൾക്ക് തരാനുള്ള ആ 40 ലക്ഷം രൂപ ഞാൻ അയാളെ കയ്യിൽ
നിന്ന് വാങ്ങിത്തരാം, പക്ഷേ അതിൽ നിന്നും 10 ലക്ഷം രൂപ എനിക്ക് നിങ്ങൾ തരേണ്ട വരുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ആ വയസ്സായ ആളും ഓക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ ഹീറോന്റെ കയ്യിൽ ഒരു വലിയൊരു നെറ്റ്വർക്ക് തന്നെ ഇയാൾ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ടായി. അങ്ങനെ ആ നെറ്റ്വർക്കിന്റെ സഹായത്തോടെ നമ്മുടെ CMMനെയൊക്കെ വിളിച്ചിട്ട് നമ്മുടെ ഹീറോ, ഈ ഗവൺമെന്റ് ഓഫീസർ ഒരു അമേച്ചറിന്റെ കീഴിലാണല്ലോ ജോലി ചെയ്യുന്നത്, അപ്പോ ആ അമേച്ചറിനെ തന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുകയാണ്. അങ്ങനെ അയാളെ കിഡ്നാപ്പ് ചെയ്തിട്ട് അയാൾ വഴി ഈ ഗവൺമെന്റ് ഓഫീസറെ വിളിപ്പിച്ചിട്ട് ഒരു 40 ലക്ഷം രൂപക്ക് എന്നെ തന്നെ നീ കിഡ്നാപ്പ് ചെയ്യിപ്പിച്ചല്ലോടോ എന്നൊക്കെ ഇയാളെ വിളിച്ചിട്ട് പറയാണ്. പെട്ടെന്ന് തന്നെ പോയിട്ട് ആ വയസ്സായ ആൾക്ക് സെറ്റിൽ ചെയ്യേണ്ട 40 ലക്ഷം രൂപ വേഗം തന്നെ നീ സെറ്റിൽ ചെയ്തു എന്നും പറയും. അങ്ങനെ അമേച്ചർ തന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് ഈ ഗവൺമെന്റ് ഓഫീസർ പോയിട്ട് ആ വയസ്സായ ആൾക്ക് ആ 40 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോ ഈ ഒരു സീനിൽ തന്നെ നമ്മുടെ ഹീറോന്റെ പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ. ഇങ്ങനെ നമ്മുടെ ഹീറോ ഒരു ബ്രോക്കർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ കുറേ കോടികൾ സമ്പാദിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനില് നമ്മുടെ സിനിമയുടെ ഓപ്പണിംഗ് സീനില് അഭയങ്കർ എന്ന് പറഞ്ഞ ഒരു ബിസിനസ്മാനെ കാണിച്ചല്ലോ, അയാളെയാണ് കാണിക്കുന്നത്. ഇയാൾ ഇപ്പോ ഈ ഒരു 35 വർഷത്തിന് ശേഷം അന്നുണ്ടായതിനേക്കാളും വലിയൊരു സ്ഥാനത്തിലേക്ക് മാറുകയാണ്. ഇപ്പോ വലിയ വലിയ MP-മാര്, MLA-മാര്, മിനിസ്റ്റർമാര് എല്ലാരും നമ്മുടെ അഭയങ്കറിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കേട്ടിട്ടായിരിക്കും മുന്നോട്ടേക്കുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. അത്ര വലിയൊരു രീതിയിൽ നമ്മുടെ അഭയങ്കർ ഇപ്പോ വലിയൊരു ആളായിട്ട് മാറിയിട്ടുണ്ട്. അവരുടെ കീഴില് നമ്മുടെ ഹീറോ അയാൾക്ക് ആവശ്യമായിട്ടുള്ള ചില ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായി. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭയങ്കറിന്റെ കയ്യിൽ നിന്നാവും നമ്മുടെ ഹീറോ അവന്റെ ബ്രോക്കർ ജോലിക്ക് ആവശ്യമായിട്ടുണ്ടായ കുറെ ഇൻസ്ട്രക്ഷൻസ് കേട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അഭയങ്കറിന്റെ ഒരു വിശ്വാസിയായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു നമ്മുടെ ഹീറോ കിട്ടു. അതുകൊണ്ട് തന്നെ അയാളുടെ വീട്ടിനുള്ളിൽ എപ്പ കയറി ചെല്ലാനുള്ള ഒരു അധികാരവും നമ്മുടെ ഹീറോയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ അഭയങ്കറിന്റെ വീട്ടിലേക്ക് പോയപ്പോഴായിരിക്കും നമ്മുടെ ഹീറോ കണ്ടിട്ടുണ്ടാവുക അയാളുടെ വീട്ടില് വലിയ വലിയ ബിസിനസ്മാൻമാരോ രാഷ്ട്രീയത്തിലുണ്ടായ ആൾക്കാരൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് അയാള് വലിയൊരു മീറ്റിംഗ് തന്നെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാകും. ആ മീറ്റിംഗിൽ ജിയോ പൊളിറ്റിക്സിനൊക്കെ പറ്റിയിട്ട് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. എന്തോ ഒരു വലിയ കാര്യമാണ് ഇവര് ചർച്ച ചെയ്യുന്നതെന്ന് മാത്രം നമ്മുടെ ഹീറോയ്ക്ക് അത് കേട്ടപ്പോ മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ ഹീറോ ഒന്ന് നോക്കി കേട്ടിട്ട് വരികയാണ്. എന്നിട്ട് ഇപ്പുറം വന്നിട്ട് അയാളുടെ ബ്രോക്കർ ജോലിയിൽ ഏർപ്പെടുകയാണ് നമ്മുടെ ഹീറോ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് വേമ്പു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണ് നമ്മുടെ ഹീറോന്റെ ഓഫീസിലേക്ക് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ടാവുക. ആക്ച്വലി നമ്മുടെ വേമ്പു ഒരു ഡൈവോഴ്സ് ചെയ്യുന്നു. 2 വർഷം മുമ്പ് ഇവളുടെ ഹസ്ബൻഡിന്റെ സ്വഭാവത്തില് ഇവൾക്ക് തൃപ്തികരമല്ലാത്തതുകൊണ്ട് അയാളെ ഡൈവോഴ്സ് ചെയ്തിട്ട് ഇപ്പൊ സിംഗിൾ വുമൺ ആയിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ഹീറോ ഇവളുടെ കഥയൊക്കെ കേട്ടിട്ട് അയാളുടെ കമ്പനിയിൽ തന്നെ ഇവൾക്ക് നല്ലൊരു ജോലി കൊടുക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോന്റെ കയ്യില് കുറേ പൈസ ഉണ്ടായിട്ടോ. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരു ഓഡിറ്ററിനെ തന്നെ ഇയാളെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും പൈസേനെ കണക്ക് കാട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണക്കിലില്ലാത്ത അളവില്ലാത്ത പൈസയാ. അതുകൊണ്ട് തന്നെ നീ ഒരു കല്യാണമൊക്കെ കഴിച്ച് ഫാമിലി ആയിട്ട് കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുമ്പോ ആ ഒരു ഇതില് കണക്കിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് ഇതൊക്കെ കണക്കാക്കി കൊടുക്കാന്ന് ഇയാൾ പറയും. അതുകൊണ്ട് തന്നെ നല്ലൊരു പെണ്ണിനെ നോക്കിയിട്ട് നീ വേഗം തന്നെ കല്യാണം കഴിച്ചോന്ന് ഈ ഓഡിറ്റർ നമ്മുടെ കിട്ടുവിനോട് പറയും. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോ തന്നെ നമ്മുടെ ഹീറോന്റെ മനസ്സിലേക്ക് വന്നത് അവന്റെ കമ്പനിയിൽ ഇപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായ നമ്മുടെ വേമ്പൂനെ ആയിരുന്നു. അപ്പോ നമ്മുടെ ഹീറോന് വേമ്പൂനെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. വേമ്പൂനും അയാളുടെ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനില് നമ്മുടെ ഹീറോയും വേമ്പുവും തമ്മിലുള്ള മാരേജ് സീനാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടാളി കല്യാണം കഴിയാണ്. ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനില് നമ്മുടെ ഹീറോന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടായ ആ ഓഡിറ്റർ ഉണ്ടായല്ലോ, അയാളുടെ മകൾ സ്വിമ്മിംഗ് പൂളില് മുങ്ങിയിട്ട് മരിച്ചു പോയിട്ടുണ്ടാകും. പക്ഷേ ഇതൊരു ആക്സിഡന്റൽ ആയിട്ടുള്ള മരണമായിരുന്നില്ല. ആ കുട്ടി പഠിച്ചിട്ടുണ്ടായ സ്കൂളിലെ പ്രിൻസിപ്പൽ ആ കുട്ടീനെ അബ്യൂസ് ചെയ്തിട്ട് കൊല ചെയ്തിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇട്ടിട്ട് പോയതായിരിക്കും. ഈ കാര്യം നമ്മുടെ ഹീറോയ്ക്ക് അറിഞ്ഞതും ആ പ്രിൻസിപ്പളിനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ നിൽക്കുകയാണ്. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോയ്ക്ക് പ്രിൻസിപ്പളിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ വിശ്വാസിയായിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ അഭയങ്കർ ഉണ്ടല്ലോ, ആ വലിയ ബിസിനസ്മാൻ, അയാളുടെ പെങ്ങളുടെ ഭർത്താവായിരുന്നു ഈ പ്രിൻസിപ്പള്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഈ പ്രിൻസിപ്പളിനെ അറ്റാക്ക് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അഭയങ്കറിന് അറിയും. പിന്നെ അത് നമ്മുടെ ഹീറോയ്ക്ക് തന്നെ വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും. ഇൻഡയറക്റ്റ് ആയിട്ട് അയാളുടെ ജീവൻ കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. ആ പാവപ്പെട്ട ഒരു സ്കൂൾ പഠിക്കുന്നുണ്ടായ ആ കുട്ടീനെ അബ്യൂസ് ചെയ്ത് കൊലപ്പെടുത്തി ഇപ്പോ ഒരു നാണവും ഇല്ലാണ്ട് നല്ലോണം നിവർന്ന് നടക്കുന്ന ആ പ്രിൻസിപ്പളുടെ ജീവൻ കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ഒരു പോലീസുകാരനെ കോൾ ചെയ്യാണ്. എന്തിനാ വിളിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡ്രഗ് കേസിൽ ഇപ്പോ മൈനർ ആയിട്ടുള്ള കുറച്ച് ആൺകുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്നും ഒരാളെ നമ്മുടെ ഹീറോയ്ക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യും. അങ്ങനെ ഒരു പയ്യനെ എനിക്ക് വിട്ടു തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് 15 ലക്ഷം രൂപ
രൂപയും തരും, മാത്രമല്ല ആ പയ്യന് എന്താണോ ആവശ്യം അത് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ആ പോലീസിനോട് ഡീലില് സംസാരിച്ചിട്ട് അയാള് പെട്ടെന്ന് തന്നെ ആ കേസിൽ അറസ്റ്റ് ആയിട്ടുള്ള ഒരു പയ്യനെ നമ്മുടെ ഹീറോന്റെ അടുത്തേക്ക് വിടുകയാണ്. അപ്പൊ തന്നെ ഈ പോലീസുകാരന് പാരിതോഷികമായിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായ 15 ലക്ഷം രൂപ നമ്മുടെ ഹീറോ കൊടുത്തു വിടുകയും ചെയ്യാണ്. അങ്ങനെ ഈ പയ്യനോട് വന്നിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കാണ്, നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ കാരണമായിരിക്കുമല്ലോ നീ ഇങ്ങനെ ഒരു ജോലിയിലേക്ക് വന്നത്. ഞാനിപ്പോ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ലൈഫ് മൊത്തമായിട്ട് നിനക്ക് സെറ്റിൽഡ് ആവാനുള്ള പൈസ ഞാൻ നിനക്ക് തരും. എനിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 7 വർഷം നീ ജയിലിൽ പോയിട്ട് വരണം. അതും പറഞ്ഞിട്ട് ഈ പയ്യന്റെ കയ്യിലേക്ക് 50 ലക്ഷം രൂപ എടുത്തു കൊടുത്തിട്ട് പറയും, ഇത് നിന്റെ അമ്മേന്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുത്തിട്ട് ഒരു 7 വർഷം നീ പോയിട്ട് ജയിലിൽ കിടന്നാ മതി. അങ്ങനെ ആ പയ്യന്റെ കയ്യിൽ 50 ലക്ഷം രൂപയും കൊടുത്തു വിട്ടിട്ട് ആ പ്രിൻസിപ്പളിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ പ്ലാൻ ചെയ്യാണ്. ഈ പയ്യനെ എന്താക്കും, നേരെ ആ സ്കൂളിലേക്ക് വിട്ടിട്ട് അവിടെ പണ്ട് പഠിച്ച ഒരു പയ്യനാന്നുള്ള ഒരു ആക്ടിങ് രീതിയിൽ പോയിട്ട് പ്രിൻസിപ്പലിനോട് ആശീർവാദം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അയാളുടെ അടുത്ത് പോയി അയാളെ കൊല ചെയ്തിട്ട് വരാന്നായിരിക്കും ഇവനിക്ക് കൊടുത്തിട്ടുണ്ടായ ടാസ്ക്. അങ്ങനെ ആ പയ്യന് നമ്മുടെ ഹീറോ പറഞ്ഞതുപോലെ തന്നെ അയാളെ പോയിട്ട് മീറ്റ് ചെയ്തിട്ട് അയാളെ പ്രൈവറ്റ് പാർട്ട് മുറിച്ച് കളഞ്ഞിട്ട് അയാളെ അവിടുന്ന് കൊന്നിട്ട് ജയിലിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ സിമ്പിൾ ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും തന്റെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ടായ ആ ഓഡിറ്ററിന്റെ മകളെ നശിപ്പിച്ച ആ പ്രിൻസിപ്പളിനെ കൊന്നിട്ട് കളഞ്ഞു. നമ്മുടെ ഹീറോന്റെ കീഴിൽ അസിസ്റ്റന്റ് ആയിട്ടും ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇവരെല്ലാരും കൂടെ കുറേ പൈസ സമ്പാദിക്കുന്നുണ്ടാവും കേട്ടോ. കോടികൾ സമ്പാദിക്കുന്നത് കൊണ്ട് തന്നെ ആ പൈസ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും ഒരു എംപിന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടായ മൂർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായ ആ എംപിന്റെ PA നമ്മുടെ ഹീറോനെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടാവും. ഇയാള് നമ്മുടെ ഹീറോനെ കാണാൻ വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേവറിസോ ആയിട്ടായിരുന്നു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ PA ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായ ആ ലേഡി MP ഉണ്ടല്ലോ, അത് ഇയാളെ ഒരു വിലയും നിലയും ഇല്ലാണ്ടായിരുന്നു കൊണ്ടുകൊണ്ടിരുന്നത്. അവളുടെ വീട്ടിലെ ബാത്റൂം വരെ ഇയാളെ കൊണ്ടായിരുന്നു കഴുകിപ്പിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഞാൻ എങ്ങനെ കഴിഞ്ഞതാന്ന് അറിയോ മോനെ, പദവി അവളുടെ കയ്യിൽ വന്നതും ഇങ്ങനെ മാറിപ്പോയതാണ് ആ MP എന്നൊക്കെ ഇവന് നമ്മുടെ കിട്ടുവിനോട് പറയൂ. ഞാന് പണ്ട് ജീവിച്ചിട്ടുണ്ടായ ആ ഒരു കാലവും അവൾ എനിക്ക് തന്ന മര്യാദയും എനിക്ക് തിരിച്ചു കിട്ടണം, അതിന് നീ എന്നെ സഹായിക്കണമെന്ന് ഈ PA വന്നിട്ട് നമ്മളെ കിട്ടുവിനോട് ആവശ്യപ്പെടും. അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ മൂർത്തി കിട്ടുവിനോട് പറഞ്ഞു കൊടുക്കും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലേഡി MPക്ക് സ്വന്തമായിട്ട് ഒരു 30 ഏക്കർ സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഒരു കമ്പനി കെട്ടാൻ വേണ്ടിയിട്ട് ജപ്പാൻ കമ്പനിക്കാര് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവര് ഈ സ്ഥലത്തെ 800 കോടി രൂപ കൊടുത്തിട്ട് വാങ്ങാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സ്ഥലത്തിന് ആകെ 40 കോടി മതിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ജപ്പാൻ കമ്പനിക്കാര് 800 കോടി രൂപ തന്നിട്ട് ആ സ്ഥലം വാങ്ങാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലം മാത്രം എന്റെ പേരിൽ ആ MP എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടേണ്ട എല്ലാ മര്യാദയും അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നു ഇയാള് പറയോ. ആ കാര്യം മാത്രം നീ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ജപ്പാൻകാര് കൊടുക്കുന്ന 800 കോടി രൂപയെന്നും 200 കോടി രൂപ കമ്മീഷനായിട്ട് എനിക്ക് ഞാൻ തന്നിരിക്കുന്നു. അങ്ങനെ ഈ മൂർത്തി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലേഡി MP ഒരു സാധാരണ ആളായിരുന്നില്ല, അത് നമ്മുടെ അഭയങ്കറിന്റെ ഒരു ടീമിലുള്ള ആളായിരുന്നു. ആ ലേഡി MPക്ക് എന്തൊരു സഹായത്തിനും അവള് ആദ്യം കോൾ ചെയ്യുന്നത് ഈ അഭയങ്കറിനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമ്മുടെ ഹീറോ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം അഭയങ്കർ അറിയുകയും നമ്മുടെ ഹീറോയ്ക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഹീറോ ഇത് അവനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഈ മൂർത്തിനോട് പറയാണ്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോന്റെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അയാൾ വന്നിട്ട് പറയും, എന്താടാ നീ ഇങ്ങനെ പറയുന്നത്, എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഈ ഒരു ചെറിയ കാര്യത്തിലൂടെ 200 കോടി രൂപയല്ലേ നമ്മുടെ കയ്യിൽ വരാൻ പോകുന്നത്. അങ്ങനെ ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോയും ഓക്കെ പറയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ പറയും, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 200 കോടി രൂപ എന്റെ കയ്യിൽ കിട്ടണം, എന്നാൽ മാത്രമേ നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ മൂർത്തിനെ സംസാരിച്ചിട്ട് തിരിച്ചു വിടുകയാണ്. അടുത്ത സീനിൽ തന്നെ നമ്മുടെ ഹീറോ അവന്റെ വൈഫിനെയും കൂട്ടിയിട്ട് ഈ മൂർത്തി പറഞ്ഞിട്ടുള്ള ആ സ്ഥലമുള്ള നാട്ടിലെ MLA വീട്ടില് ഒരു വിരുന്നിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ ഹീറോന്റെ ഉദ്ദേശം അവിടെ ചെറിയൊരു വിരുന്നിന് കൂടാന്ന് മാത്രമായിരുന്നില്ല. അന്ന് രാത്രി ഇങ്ങനെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് നമ്മുടെ ഹീറോ ഈ MLA ഫുൾ ആയിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയാണ്, തലവരെ നിങ്ങളിപ്പോ ഒരു MLA ആയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് തീരെ മര്യാദ ഇല്ലാണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മര്യാദയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളുടെ പരിധിയിലുണ്ടായിരുന്ന ആ സ്ഥലം ആ റൂളിംഗ് പാർട്ടീന്റെ MP ആയിട്ടുള്ള ആ ലേഡി MP ഒരു ജപ്പാൻ കമ്പനിക്ക് വിട്ടുകൊടുക്കുകയാണ്. അതും 800 കോടി രൂപക്കാണ് വിട്ടുകൊടുക്കുന്നത്. അവിടെ എന്തോ വലിയൊരു കമ്പനി തന്നെ അവരെ കെട്ടി ഉയർത്താൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ മിണ്ടാണ്ട് നിൽക്കുകയാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും പോരാട്ടം ചെയ്തുകൂടെ ഇതിനെതിരെ? ഫോറിൻ കമ്പനി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രാമത്തിനാണ് നാശം എന്ന് നിങ്ങളൊരു കോർട്ടില് ഒരു കംപ്ലൈന്റ് അങ്ങ് കൊടുക്ക്, ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്തെന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ കൊടുത്താൽ മതി. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ വന്നിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായ ആ കേസ് വിഡ്രോ
ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് നിങ്ങൾക്ക് തരുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഹീറോ ഈ MLA ബ്രെയിൻ വാഷ് ചെയ്തതിലൂടെ നമ്മുടെ MLA തൊട്ട് പിറ്റത്തെ ദിവസം തന്നെ ഈ ലേഡി എംപിക്ക് എതിരായിട്ട് കൊടികൾ ഉയർത്താൻ തുടങ്ങി. ആ സ്ഥലം ഒരിക്കലും വിൽക്കാൻ പാടില്ല, ജപ്പാൻ കമ്പനി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രാമത്തിനാണ് നാശം, ഞാൻ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ MLA ഇപ്പൊ ന്യൂസിലൊക്കെ ഇങ്ങനെ ഫുള്ള് ആ ഗ്രാമം മൊത്തം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലേഡി MP അറിഞ്ഞ ശേഷം ആ സെന്ററിൽ ഇരുന്നിട്ട് തന്നെ നമ്മുടെ അഭയങ്കറിനെ ഫോൺ ചെയ്ത് ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ എന്താന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ അഭയങ്കർ പറയാണ്, ആ സ്ഥലം ഇപ്പോഴും നിങ്ങളുടെ പേരിലല്ലേ ഉള്ളത്, അത് നിങ്ങളുടെ പേരിലുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാൾ ആരാണോ അയാളുടെ പേരിൽ ആ സ്ഥലം എഴുതി വെക്കും. എന്നിട്ട് ഈ ലേഡി MP ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പൊ വിശ്വസിക്കാൻ പറ്റുന്ന ആരാന്ന്. അപ്പൊ അങ്ങനെ ഒരാളും ഇവളുടെ പിന്നിലില്ല എന്ന് പറയും. അപ്പൊ ഇയാൾ പറയും നീ മിണ്ടാണ്ട് പെട്ടെന്ന് തന്നെ ആരുടെയെങ്കിലും പേരിൽ ഇത് എഴുതി വെക്കുമെന്ന് പറയും. അപ്പൊ അഭയങ്കർ തന്നെ പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ പിന്നിൽ നായിനെ പോലെ കുറെ കാലങ്ങളായിട്ട് പണിയെടുക്കുന്നില്ലേ മൂർത്തി, അവന്റെ പേരിൽ തന്നെ ഈ സ്ഥലം എഴുതി വെക്ക്, ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിഹാരമാകുമ്പോൾ അത് നിങ്ങളുടെ പേരിലേക്ക് തന്നെ നമുക്ക് പിന്നീട് മാറ്റാം. അങ്ങനെ ഈ ഐഡിയ കൊടുക്കുന്നതല്ലാണ്ട് അഭയങ്കർ പറയാണ്, ആ ജപ്പാൻ കമ്പനി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് ഒട്ടും സേഫ് അല്ല, അത് ജനങ്ങൾക്ക് നല്ലതല്ല ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഈ കമ്പനി വരുന്നത് നീ എന്താക്ക് തടഞ്ഞു വെക്ക്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ നിനക്ക് നല്ലൊരു മതിപ്പും നല്ലൊരു വിലയും ലഭിക്കും. അങ്ങനെ അഭയങ്കർ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് നമ്മുടെ ലേഡി MP ആ സ്ഥലം നമ്മുടെ ഇയാളുടെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ടായ ആ മൂർത്തിന്റെ പേരിൽ എഴുതി വെക്കുകയാണ്. അപ്പോ പെട്ടെന്ന് തന്നെ നമ്മുടെ മൂർത്തി ഹീറോന് കമ്മീഷനായിട്ട് കൊടുത്തിട്ടുണ്ടായ ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ അത് ഡെലിവർ ചെയ്യാണ്. പക്ഷേ നമ്മുടെ മൂർത്തിക്ക് അറിയില്ലായിരുന്നു ആ ജപ്പാൻ കമ്പനിക്കാര് ഇങ്ങോട്ട് വരുന്നില്ല എന്നും ഈ സ്ഥലം എടുക്കുന്നില്ല എന്നുള്ള കാര്യം. അവസാനം ഈ കമ്പനി ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞ നമ്മുടെ മൂർത്തി ഹീറോനോട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ പൈസ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ഹീറോ എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഹീറോ അയാൾക്ക് ആ പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്യാണ്. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ അഭയങ്കറിന് ഹീറോ ഇങ്ങനെ ഒരു ഡീലിന് കൂട്ടുനിന്നതും ആ പൈസ തിരിച്ചു കൊടുത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ലോയർ വഴി അറിയുകയാണ്. അതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് അഭയങ്കർ നമ്മുടെ ഹീറോനെ പറ്റിയിട്ട് ശരിയായിട്ട് ആലോചിക്കാൻ തുടങ്ങിയത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ആളായിട്ട് വന്നിട്ട് ഇപ്പോ ഏറ്റവും കൂടുതൽ പൈസ സമ്പാദിക്കുന്ന ഒരാളായിട്ട് മാറിയതാണ് നമ്മുടെ ഇവൻ എങ്ങനെയാണ് ഇത്രയും വലിയൊരാളായിട്ട് മാറിയത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോന്റെ ഹിസ്റ്ററി ഈ അഭയങ്കർ പരിശോധിച്ച് നോക്കുകയാണ്. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നതിനിടയിലാണ് പല വർഷങ്ങളായിട്ട് നമ്മുടെ ഹീറോ ഈ ബ്രോക്കർ ജോലി ചെയ്തിട്ട് പല പല ജോലികളും ചെയ്തിട്ടുണ്ടാകും. അത് മാത്രമല്ലാണ്ട് ഇതിന് കമ്മീഷനായിട്ട് കോടികൾ സമ്പാദിച്ചിട്ടുണ്ടാകും. അത് മാത്രമല്ലാണ്ട് ആ സ്കൂൾ പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, ഇയാളുടെ പെങ്ങളുടെ ഭർത്താവ്, അയാളുടെ മേർഡറിന് കാരണവും നമ്മുടെ ഹീറോ ആണെന്നുള്ള കാര്യം നമ്മുടെ അഭയങ്കർ തിരിച്ചറിയാണ്. അങ്ങനെ ഇതൊക്കെ അറിഞ്ഞതും നോർത്തിൽ നിന്നും സ്പെഷ്യൽ ആയിട്ടുണ്ടായ ടാസ്ക് ഫോഴ്സിലുണ്ടായ ഓഫീസർമാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹീറോനെ പറ്റിയിട്ട് ഫുൾ ആയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അങ്ങനെ ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്തൊക്കെയാണ് ഈ നമ്മുടെ ഹീറോ എന്തൊക്കെ ഇതുവരെ നേടിയിട്ടുണ്ട്, എത്ര കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രൂഫോട് കൂടി അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ആ അന്വേഷണത്തിലാണ് ഇതുവരെ ആയിട്ടും 6000 കോടി രൂപേന്റെ മേലെ നമ്മുടെ ഹീറോ കമ്മീഷനായിട്ട് വാങ്ങിയിട്ടുണ്ടാകും. ഇതിനു മേലെ അവനെ ഇനി പുറത്തു വിടാൻ പാടില്ല, അവനെ എന്തായാലും പിടിക്കണം എന്നും പറഞ്ഞിട്ട് ഈ ഫോഴ്സ് നമ്മുടെ ഹീറോനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ്. അപ്പോ ഇങ്ങനെ ഇവര് ഹീറോനെ പിടിക്കാൻ വേണ്ടി വരുന്ന കാര്യം ഹീറോ നേരത്തെ അറിഞ്ഞിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ വൈഫിനെയും അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ബാക്കിയുള്ളവരെയൊക്കെ പെട്ടെന്ന് തന്നെ സ്ഥലത്ത് നിന്ന് മാറ്റുകയാണ്. എന്നാൽ ഈ സ്പെഷ്യൽ ഫോഴ്സ് അടിപൊളിയായിട്ട് സ്കെച്ച് ഇട്ടിട്ട് നമ്മുടെ ഹീറോനെയും ഹീറോന്റെ വൈഫിനെയും അസിസ്റ്റന്റിനെയും എല്ലാരെയും പിടിക്കുകയാണ്. അങ്ങനെ ഹീറോനെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഇത്രയും പൈസ സമ്പാദിച്ചിട്ടുണ്ടല്ലോ, അപ്പോ ഈ പൈസയൊക്കെ നീ എന്താ ചെയ്തത്, അതിന്റെ ബാക്കി ബാലൻസ് ഒക്കെ എവിടെയുള്ളതെന്നൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോ ഇത് കേട്ടിട്ട് ഒരു അനക്കവും ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ സ്പോട്ടിലേക്ക് നമ്മുടെ അഭയങ്കർ വരുന്നത്. അങ്ങനെ അയാൾ ഉള്ളിലേക്ക് വന്നത് നമ്മുടെ ഹീറോനെ നോക്കിയിട്ട് പറയാണ്, ചെറിയ പ്രായത്തിൽ എന്റെ വീട്ടിലേക്ക് വന്ന ഒരു സാധാരണ ചായക്കടയിൽ ജോലി ചെയ്തിരുന്ന പയ്യൻ അങ്ങനെ സെക്രട്ടറി ഓഫീസിൽ സാധാരണ ഒരു ചായക്കടക്കാരനായിട്ട് വന്നിട്ട് ഇപ്പോ മൊത്തം സിസ്റ്റത്തെയും തന്റെ കൈയിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇപ്പോ ഇത്രയും കോടിയിലധികം പൈസ സമ്പാദിച്ചിട്ടുണ്ട്. എന്താ നിനക്ക് എന്നെ പോലെ വലിയൊരു രാഷ്ട്രീയക്കാരനാവാണോ ഉദ്ദേശം? എത്ര ജന്മം എടുത്താലും എന്റെ പൊസിഷനിൽ നിനക്ക് വരാൻ ഒരിക്കലും സാധിക്കില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഭയങ്കർ ഹീറോനെ ഫുള്ളായിട്ട് നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഹീറോന് ദേഷ്യം വന്നിട്ട് അഭയങ്കറിനെ നോക്കിയിട്ട് പേടിപ്പിക്കുകയാണ്. അപ്പോ ഇവിടെയാണ് നമ്മുടെ ഹീറോ റിയൽ ആയിട്ട് ആരാണെന്നുള്ള കാര്യം ഓപ്പൺ ചെയ്യുന്നത്. നമ്മുടെ സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ഒരു ആദിവാസി സ്ത്രീനെ കൊന്നിട്ട് കെട്ടി തൂക്കിയല്ലോ, ആ സ്ത്രീക്കുണ്ടായ മകനാണ് നമ്മുടെ ഹീറോ. നമ്മുടെ ഹീറോ ഇപ്പോ ഇങ്ങനെ ഒരു കിട്ടു എന്നൊരു പൊസിഷനിൽ എത്താന് അയാളുടെ പിന്നില് വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു.
നമ്മുടെ ഹീറോനെ എടുത്ത് വളർത്തിയിട്ടുണ്ടായ ആള് ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നീ ഈ ഒരാളെ മറക്കരുത് എന്നും പറഞ്ഞിട്ട് അഭ്യങ്കരനെ പറ്റിയിട്ടുള്ള എല്ലാ സ്റ്റോറിയും നമ്മുടെ ഹീറോന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ ഒരു ഇതുപോലെ കുത്തിവെച്ചിട്ടായിരുന്നു വളർത്തിയിട്ടുണ്ടായത്. ഈ അഭ്യങ്കരനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ള ഒരു ഏക ലക്ഷ്യം കൊണ്ടാണ് നമ്മുടെ ഹീറോ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഫുള്ളായിട്ട് നമ്മുടെ ഹീറോനെ ടോർച്ചർ ചെയ്തിട്ട് ഇവരെല്ലാരും ക്വസ്റ്റ്യൻ ചെയ്യാണ് ആ 6000 കോടി രൂപ ഇവൻ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മുടെ ഹീറോ അതിനെ പറ്റിയിട്ട് ഒരക്ഷരം പോലും പറഞ്ഞില്ല. പക്ഷെ ഈ ടാസ്ക് ഫോഴ്സ് നല്ല ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുമ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ഹീറോയ്ക്ക് പല ബാങ്കുകളിലായിട്ട് പല സ്ഥലത്തും അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. ആ അക്കൗണ്ടുകൾ വഴി കോടികൾ ഇയാൾ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടാവും. അപ്പൊ ആ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയപ്പോഴായിരിക്കും ഇവർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. നമ്മുടെ ഹീറോ സമ്പാദിച്ച ആ പൈസ വെച്ചിട്ട് ഇയാള് കുറെ പാവപ്പെട്ട കുട്ടികൾക്ക് സഹായം ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ ഹീറോന്റെ ഹെൽപ്പ് കൊണ്ട് കുറെ കുട്ടികൾ പഠിച്ചിട്ട് കുറെ നിലയിൽ എത്തിയിട്ടുണ്ടാകും. അതുമല്ലാണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും അവർക്ക് വീടില്ലാത്തവർക്ക് വീടും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും നമ്മുടെ ഹീറോ അവന് സമ്പാദിച്ച ഈ പൈസയും കൊണ്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടാകും. ഹീറോ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ടായ ഈ പാവപ്പെട്ട താഴ്ന്ന ജാതിയിലുണ്ടായ ആൾക്കാരുണ്ടല്ലോ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ സമ്പാദിച്ച പൈസ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ സമ്പാദിച്ചിട്ടുണ്ടായ 6000 കോടിയിൽ ഒരു 600 കോടി രൂപ വരെ ഇയാള് ഇങ്ങനെയുള്ള ഈ ആദിവാസി വർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചത്. എന്നാൽ ബാക്കിയുണ്ടായ പൈസ ഇയാൾ എവിടെ കൊണ്ടുവച്ചു എന്നതിന് ഒരു തെളിവ് ഇവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഇയാൾ സമ്പാദിച്ച പൈസ ഇങ്ങനെ നല്ലൊരു രീതിയിലാണ് ചെലവഴിച്ചതെന്ന് ഈ ടാസ്ക് ഫോഴ്സിലുള്ള അതിന് ഹെഡിന് അറിയാണ്. എന്നിട്ട് ആ ഹെഡ് വന്നിട്ട് നമ്മുടെ ഹീറോയോട് ചോദിക്കുക, നീ ആരാണ്? ഞങ്ങൾ കരുതിയത് നീ രാഷ്ട്രീയത്തിലേക്ക് മുന്നിലേക്ക് വന്ന് അതിനു വേണ്ടിയിട്ട് ആ പൈസ സമ്പാദിച്ചത്. പക്ഷെ നീ പേരിനോ പബ്ലിസിറ്റിക്കോ വേണ്ടി ഒന്നുമല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്ത്. രാഷ്ട്രീയക്കാര് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നീ പോയിട്ട് അവിടെ ചെയ്തു കൊടുക്കുകയാണ്. നീ ഒരു സോളോ ആക്ടിവിസ്റ്റ് ആയിട്ട് മാറുകയാണല്ലോ. ഇതൊക്കെ എന്തിനാ നീ ചെയ്തതെന്ന് നമ്മുടെ ഹീറോയിനോട് ചോദിക്കുകയാണ്. അതിനും നമ്മുടെ ഹീറോന്റെ ഭാഗത്ത് നിന്നും ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മുടെ ടാസ്ക് ഫോഴ്സ് നമ്മുടെ ഹീറോ ശരിക്കും ആരാണ്, എവിടുന്നാ വന്നത്, ഹീറോന്റെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇയാളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഈ മയിലാടുതുറ എന്ന് പറഞ്ഞിട്ടുണ്ടായ ഗ്രാമത്തില് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുണ്ടായ ഒരാളുണ്ടായിരുന്നു. അവര് മുൻനിരയിലേക്ക് വരണം, അവരുടെ ജീവിതം മെച്ചപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായ ഒരു ബുദ്ധൻ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഹീറോനെ എടുത്ത് വളർത്തിയിട്ടുണ്ടായത്. 1980 ആ കുപ്പത്തൊട്ടീന്റെ വഴിയിൽ നമ്മുടെ ഈ ബുദ്ധൻ പാസ് ചെയ്യുന്ന ടൈമിലായിരുന്നു അവിടെ പോലീസുകാര് നമ്മുടെ ഹീറോനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടായത്. അന്ന് മുതൽ ഇയാള് നമ്മുടെ ഹീറോനെ എടുത്ത് വളർത്തുകയാണ് ചെയ്തത്. അങ്ങനെ അവിടുന്ന് ഇയാൾ എടുത്തിട്ട് വന്നിട്ട് കിട്ടു എന്ന് പേരും വെച്ച് അയാളെ പോലെ തന്നെ ഒരു പോരാളിയായിട്ട് എന്ത് തെറ്റ് കണ്ടാലും അവിടെ പ്രതികരിക്കണം എന്നൊക്കെയുള്ള ഒരു കൊടുത്തിട്ട് നമ്മുടെ ഹീറോനെ വളർത്തുകയാണ്. അതുമാത്രമല്ല ഈ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ ആരൊക്കെയാണോ പറ്റിക്കുന്നത് അവർക്ക് വേണ്ട ശിക്ഷ എന്തായാലും വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോനെ വളർത്തിയിട്ടുണ്ടായത്. അപ്പൊ തൊട്ട് തന്നെ നമ്മുടെ ഹീറോന്റെ ഉള്ളില് അവന്റെ അമ്മേന്റെ മരണത്തിന് കാരണമായിട്ടുണ്ടായ ഈ അഭ്യങ്കർ ഉണ്ടല്ലോ അവന്റെ ഉള്ളില് അവനോടുള്ള ദേഷ്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവന് ഇവനെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് വളർന്നത്. അങ്ങനെ ഇവരുടെ അമ്മേന്റെ കേസ് കോടതിയിൽ വന്നിട്ടുണ്ടായെങ്കിലും ആ കോടതിയിൽ ഉണ്ടായ ജഡ്ജിക്ക് ഒന്നും സംസാരിക്കാണ്ട് അവരും ഈ കേസിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടായി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജഡ്ജിനെയും ഈ അഭ്യങ്കർ പൈസ കൊടുത്തിട്ട് തന്റെ കീഴിൽ ആക്കിയിട്ടുണ്ടായി. ആ അഭ്യങ്കറിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇങ്ങനെ പിച്ച് ചെയ്ത് നശിപ്പിക്കപ്പെട്ട ഈ സ്ത്രീക്ക് നീതി ലഭിക്കാണ്ട് പോയി. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഈ ബുദ്ധൻ എന്ന് പറഞ്ഞ മുത്തശ്ശൻ നമ്മുടെ ഹീറോയ്ക്ക് പണ്ട് മുതലേ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരോട് ഒരാളെങ്കിലും പൊരുതി നേടണം എന്നും പറഞ്ഞിട്ട് വളർത്തിയതാണ് നമ്മുടെ ഹീറോനെ. അങ്ങനെ ഈ ബുദ്ധന്റെ മരണശേഷം നമ്മുടെ ഹീറോ ഒറ്റക്കായിട്ട് അവന് ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ അവനെ ആ ഗ്രാമത്തിലുള്ള വേറൊരാള് ഈ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവിടുകയാണ്, അവിടെ ഒരു ചായക്കടയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് നമ്മുടെ ഹീറോ അഭ്യങ്കറിന്റെ വീട്ടിലേക്ക് എത്തിപ്പെടുന്നത്. ചെറിയ പ്രായത്തില് വെറും ഒരു ചായക്കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് അവിടുന്ന് നമ്മുടെ അഭ്യങ്കറിന്റെ വീട്ടിലെത്തിയിട്ട് ഇപ്പോ ഇത്രയും വലിയൊരു പൊസിഷനിലേക്ക് നമ്മുടെ ഹീറോ എത്തിപ്പെട്ടിട്ടുണ്ടായത് എന്ന കാര്യം ഈ ഫോഴ്സ് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ അവര് നമ്മുടെ ഹീറോന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ഇപ്പൊ നിന്നെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ സ്കാം ചെയ്തിട്ട് സമ്പാദിച്ചിട്ടുള്ള 6000 കോടി രൂപയാണ്. അത് എന്താ, നീ എവിടെയാ അത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് എടുത്തു കൊടുത്തേക്കെന്ന് പറയും. അത് കേട്ടിട്ട് വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ആ 6000 കോടിയിൽ 600 കോടി രൂപ ഇവന് ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചല്ലോ, ബാക്കി മിച്ചം വന്ന 5400 കോടി രൂപ എവിടെ ഒളിപ്പിച്ചു വെച്ചതെന്ന് ഈ ടാസ്ക് ഫോഴ്സിന് പറഞ്ഞു കൊടുക്കും.
കൊടുക്കുകയാണ്. അങ്ങനെ ആ ടാസ്ക് ഫോഴ്സ് ആ സ്ഥലത്തേക്ക് പോയിട്ട് ആ പൈസയൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ ഹീറോയ്ക്കെതിരായിട്ട് ഒരു കംപ്ലൈന്റ് ഇട്ടിട്ട് കോർട്ടിൽ നമ്മുടെ ഹീറോ സബ്മിറ്റ് ചെയ്യാണ്. ഇപ്പോ നമ്മുടെ ഹീറോന്റെ പേരിൽ 160ഓളം കംപ്ലൈന്റുകൾ ഇവര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീറോയ്ക്ക് കോടതി കയറി ഇറങ്ങാനേ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവന്റെ ജീവൻ അവിടെ നശിച്ചു പോകുന്നുള്ള കാരണം കൊണ്ട് കോടതി അവന് ജാമ്യം നൽകുകയാണ്. പക്ഷേ ഹീറോന്റെ പേരിലുണ്ടായ ഈ 160ഓളം കംപ്ലൈന്റുകളുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഹീറോ വേറെ വേറെ ജില്ലകളിൽ പോയിട്ട് ഹാജരാകേണ്ടതുണ്ടാവും. അവര് വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ പോകണം, എല്ലാ മാസവും സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിടണം. ഇങ്ങനെ കുറെ നിബന്ധനകൾ കൊടുത്തിട്ടാണ് നമ്മുടെ ഹീറോയ്ക്ക് ജാമ്യം അനുവദിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഹീറോ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള പൊതുവായിട്ടുള്ള ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ ഹീറോന്റെ പേര് ഭയങ്കര ഒരു നെഗറ്റീവ് ആയിട്ടായിരുന്നു മാറിയിട്ടുണ്ടായി. ഇവന് കുറെ പൈസ സ്കാം ചെയ്തിട്ടുണ്ട്, കുറെ ആൾക്കാർക്ക് മാമൻ തൊഴിൽ വരെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള കുറെ നെഗറ്റീവ് ആയിട്ടുള്ള ഇതൊക്കെ നമ്മുടെ ഹീറോന്, അങ്ങനെ ഈ കാണുന്ന പൊതുജനങ്ങളൊക്കെ നമ്മുടെ ഹീറോനെ നോക്കിയിട്ട് പിന്നീട് ചിരിക്കാൻ തുടങ്ങുക. ഇങ്ങനെ വെറും ഒരു 3 മാസം കൊണ്ട് നമ്മുടെ ഹീറോന്റെ ജീവിതം ഫുള്ളായിട്ട് മാറുകയാണ്. ഇതിലെല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എന്താ, പണക്കാരന് മാത്രമാണോ പണക്കാരനായി നിൽക്കാൻ പറ്റുള്ളൂ, സാധാരണക്കാരൻ അങ്ങനെ നിൽക്കാൻ പാടില്ലേ, എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയ ആളെ ഞാൻ ഒരിക്കലും തിരിച്ചുവിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഭയങ്കറിന് പറ്റിയിട്ടുള്ള ശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഹീറോ ഇറങ്ങിത്തിരിക്കുകയാണ്. അഭയങ്കറിന്റെ ഇപ്പോഴത്തെ പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയാള് കുറെ മിനിസ്റ്റർമാര്, CM എല്ലാവരും ഇയാളുടെ കൈക്കീഴിലാണല്ലോ ഉണ്ടായത്. അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് നല്ല അഭിപ്രായം തന്നെ ഇയാളെ വെച്ചിട്ട് എല്ലാവരുടെ ഇടയിലും ഇയാൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായി. ആ ഒരു ഇത് വെച്ചിട്ട് ഇയാൾക്ക് ഇന്ത്യന്റെ പ്രൈം മിനിസ്റ്റർ ആവാനായിരുന്നു ഉദ്ദേശം. അങ്ങനെ അഥവാ നമ്മുടെ അഭയങ്കർ ഇന്ത്യന്റെ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് ഇവൻ ചിലപ്പോ ഇന്ത്യനെ വേറെ ഏതെങ്കിലും രാജ്യത്തിന് വിൽക്കുക വരെ ചെയ്യുമായിരിക്കും. പവർ ഇല്ലാത്തപ്പോ തന്നെ ഇവന് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ പവർ ഇവന്റെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് കണ്ടറിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവനെ ഒരിക്കലും പ്രസിഡന്റ് ആക്കാൻ വിടില്ല ഞാനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അറിയാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇപ്പോഴും നമ്മുടെ ഹീറോ ആ ഫോഴ്സിന്റെ ഇപ്പോഴും അവരുടെ കണ്ണ് നമ്മുടെ ഹീറോന്റെ മുമ്പിൽ ഉണ്ടാവും. അപ്പൊ ആ ടൈമിൽ നമ്മുടെ ഹീറോ പഠിപ്പിച്ചിട്ട് ഫോറിലേക്ക് അയച്ചിട്ടുണ്ടായ പപ്പു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാക്കർ ഉണ്ട്, അവനെ കൊണ്ടുവരികയാണ്. അങ്ങനെ ആ പപ്പുവിന്റെ സഹായത്തോടെ ഈ അഭയങ്കറിന്റെ പേരിലുള്ള കുറെ ഇൻഡസ്ട്രികൾ ഉണ്ടല്ലോ അതിനെയൊക്കെ ഹാക്ക് ചെയ്യാണ്. അങ്ങനെ അവന്റെ കമ്പനികളിലേക്കൊക്കെ ഇവൻ ഉണ്ടാക്കിയ ഈ വൈറസ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അവന്റെ എല്ലാ കമ്പനികളെയും നശിപ്പിക്കുകയാണ്. ഇത് അഭയങ്കറിന് വലിയൊരു അടി തന്നെയായിരുന്നു. ഇത് മാത്രമല്ലാണ്ട് വേറൊരു അടിയും കൂടെ അഭയങ്കറിന് കൊടുത്തിട്ടുണ്ട്. അഭയങ്കറിനെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ ചെലവുകളും വഹിക്കാൻ വേണ്ടിയിട്ട് ഒരു നോർത്ത് ഇന്ത്യക്കാരൻ ഉണ്ടായി. അയാൾക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഭയങ്കർ പ്രസിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന ഇപ്പോ എല്ലാ ക്രൈം കാര്യങ്ങളും ഒരു പേടിയില്ലാണ്ട് ചെയ്യാന്നുള്ള ധൈര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവനെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറെ പൈസ വാരി എറിയുന്നുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ആ നോർത്ത് ഇന്ത്യക്കാരന് ഒരു മകൻ ഉണ്ടായി. അവന് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പെണ്ണിന്റെ സഹായത്തോടെ അവനെ കിഡ്നാപ്പ് ചെയ്യാണ്. നമ്മുടെ ഹീറോ ഇവനെ കിഡ്നാപ്പ് ചെയ്ത കാര്യം അറിഞ്ഞിട്ട് ഈ പൈസക്കാരുണ്ടല്ലോ അയാള് ഫുള്ളായിട്ട് കതറാണ്. എന്നിട്ട് അയാളെ വിളിച്ചിട്ട് ഇവൻ പറയും, നിന്റെ മകനെ തിരിച്ചു വേണമെങ്കിൽ ആ അഭയങ്കറിനെ ഒരിക്കലും നീയെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇന്ന് രാത്രി കൊണ്ട് തന്നെ അയാളെ പ്രസിഡന്റ് ആക്കണം എന്നുള്ള തീരുമാനം ഇല്ലാണ്ടാവണം എന്നൊക്കെ ഇയാളെ വിളിച്ച് പറയാണ്. അങ്ങനെ അന്ന് രാത്രി തന്നെ ഈ പൈസക്കാരൻ നമ്മുടെ അഭയങ്കറിനെ വിളിച്ചിട്ട്, എനിക്ക് ഇനി പ്രസിഡന്റ് ആവാൻ പറ്റൂല, എനിക്ക് നിന്നെക്കാൾ വലുത് എന്റെ മകനാണ്, എന്റെ മകന്റെ ജീവിതം തിരിച്ചുവിടണമെങ്കിൽ നീ ഒരിക്കലും പ്രസിഡന്റ് ആവാൻ പാടില്ല എന്ന് വിളിച്ചു പറയാണ്. ഇങ്ങനെ അഭയങ്കറിന്റെ കൂടെ ഉണ്ടായ ഓരോ ആൾക്കാരും പിൻവലിയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിന്റെയൊക്കെ ഇടയിൽ നമ്മുടെ അഭയങ്കർ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായ ആ ലേഡി MP ഉണ്ടല്ലോ, അവള് നമ്മുടെ അഭയങ്കറിനെ കോൾ ചെയ്തിട്ട്, നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട, ഇതിന്റെയൊക്കെ പിന്നിൽ ആരാന്ന് ഞങ്ങൾക്കറിയാം, അവനെ ഞങ്ങൾ എന്തായാലും പിടിച്ചിരിക്കുന്നു പറയും. അങ്ങനെ ആ ടാസ്ക് ഫോഴ്സിനെ നമ്മുടെ ഹീറോനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പറഞ്ഞു വിടുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോ അവരുടെ കണ്ണിലൊന്നും പെടാണ്ട് അണ്ടർഗ്രൗണ്ടിൽ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായി. അങ്ങനെ അവസാനമായിട്ട് ഈ അഭയങ്കർ രാജ്യത്തിലുള്ള എല്ലാവരെയും പറ്റിക്കരുന്നു എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള മിനിസ്റ്റർമാരെയും രാഷ്ട്രീയക്കാരെയും എല്ലാവരെയും ഉപയോഗിച്ചിട്ട് അയാൾ ചെയ്തിട്ടുണ്ടായ എല്ലാ ക്രൈമുകളും അയാൾ ചെയ്ത എല്ലാ തെറ്റുകളും ഉള്ള ഒരു ഡാറ്റ നമ്മുടെ ഹീറോ ശേഖരിക്കും. അങ്ങനെ ആ ഡാറ്റ മൊത്തത്തിൽ ഈ പപ്പു എന്ന് പറഞ്ഞ ഹാക്കർ ഉണ്ടല്ലോ അവന്റെ സഹായത്തോടെ എല്ലാ ജനങ്ങൾക്കും കിട്ടുന്ന രീതിയിൽ ഇതൊക്കെ എക്സ്പോസ് ചെയ്യാണ്. അങ്ങനെ മൊത്തം നാടും ഇതൊക്കെ അറിയാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇതിന്റെ മേലെ നമ്മുടെ അഭയങ്കറിന് ഒരിക്കലും പ്രസിഡന്റ് ആവാൻ സാധിക്കില്ല. ഇന്നലെ രാത്രി വരെയും അവൾ തന്നെയാണ് പ്രസിഡന്റ് എന്നുള്ള ഒരു ഹൈപ്പിലൊക്കെ ന്യൂസിലൊക്കെ കൊടുത്തിട്ടുണ്ടായി. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്ക് ഒരിക്കലും ഇനി അഭയങ്കറിന് ഒരു പ്രസിഡന്റ് ആവാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു ന്യൂസിലൊക്കെ ഉണ്ടായത്. അങ്ങനെ അഭയങ്കറിന്റെ പേരും അവര് റിജക്ട് ചെയ്യാണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ അഭയങ്കറിന് ഹീറോന്റെ മേലിൽ ഫുള്ള് ദേഷ്യം വരിക. അങ്ങനെ ഹീറോ ഉള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് IIT ടോപ്പേഴ്സിൽ 3 ആൾക്കാരെ കൂട്ടിയിട്ട് വന്നിട്ട് നമ്മുടെ ഹീറോ ഉള്ള ലൊക്കേഷൻ ഇയാൾ കണ്ടുപിടിക്കുകയാണ്. നമ്മുടെ ഹീറോ സിറ്റിന്റെ ഉള്ളിൽ വേൾഡ് വാർ സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായ ഒരു ബങ്കർ ഉണ്ടായി, അതിന്റെ ഉള്ളിലായിരുന്നു ഇരിക്കുന്നുണ്ടായി. അങ്ങനെ അങ്ങോട്ടേക്ക് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ടാസ്ക് ഫോഴ്സും ബാക്കിയുള്ള ആർമിയും എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഹീറോനെ പിടിക്കാൻ വേണ്ടി.
എന്നാൽ നമ്മുടെ ഹീറോന്റെ കയ്യിലായിരിക്കും ഇന്ത്യയിലെ ആ മികപ്പെരിയ പൈസക്കാരന്റെ മകൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ജീവൻ ഒരു ആപത്തും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോനെ അറ്റാക്ക് ചെയ്യാണ്ട് ഇവരിപ്പോഴും പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. എന്നിട്ട് ആ ഫോഴ്സ് ഒക്കെ വന്നിട്ട് നമ്മുടെ ഹീറോനോട് സംസാരിക്കുകയാണ്, നീ എല്ലാം എക്സ്പോസ് ചെയ്തു, പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഈ ജനങ്ങളൊക്കെ ഡൈവേർട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള പല ന്യൂസുകളുണ്ട്. IPL ക്രിക്കറ്റ് ഉണ്ട്, ബാക്കിയുള്ള ഡാൻസ് പ്രോഗ്രാം, അതൊക്കെ കണ്ടിട്ട് ജനങ്ങളൊക്കെ ഇത് പെട്ടെന്ന് തന്നെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നീ ചെയ്തതുകൊണ്ട് ഒരു ഉപകാരവും. അതിനാല് ആ പൈസക്കാരന്റെ മകനെ നീ തിരിച്ചു വിട്ടേ, നിനക്ക് ഈ നാട് വിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഞങ്ങൾ ചെയ്യാന്നൊക്കെ പറയാണ് ഇവര്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോ പറയാണ്, ഞാൻ ഇവനെ പുറത്തു വിടണമെങ്കിൽ അഭയങ്കർ ഒറ്റയ്ക്ക് ഇതിന്റെ ഉള്ളിലേക്ക് വരണം എന്ന് ഡിമാൻഡ് വെക്കുകയാണ്. അപ്പൊ ഈ ഡിമാൻഡ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റും അവസാനം ഓക്കെ പറഞ്ഞിട്ട് അഭയങ്കറിനെ ഒറ്റയ്ക്ക് ആ ബങ്കറിന്റെ ഉള്ളിലേക്ക് അയക്കുകയാണ്. അങ്ങനെ അഭയങ്കർ ആ ബങ്കറിന്റെ ഉള്ളിലേക്ക് കയറിയതിനു ശേഷമാണ് ഇവർ അറിഞ്ഞത് നമ്മുടെ ഹീറോ ആ പൈസക്കാരന്റെ മകനിലെ അവനെ എപ്പോഴോ നോർത്തിലുള്ള ഒരു റോഡിൽ ഇറക്കി വിട്ടിട്ടുണ്ടാകും. അവൻ എപ്പോഴോ ഇയാളുടെ കയ്യിൽ നിന്ന് റിലീസായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ അവനെ വെച്ചിട്ട് ഈ അഭയങ്കറിനെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണ് ഹീറോ ഇങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ ഉള്ളിലേക്ക് വന്ന അഭയങ്കർ അവനോട് ഭയങ്കര ഇതിൽ സംസാരിക്കുകയാണ്, എന്താ നീ വിചാരിച്ച ഈ ഒറ്റൊരു കാര്യം കൊണ്ട് എന്നെ നീ ഇല്ലാണ്ടാക്കുന്നതാണോ? ഇന്നത്തെ വേറെ വേറെ ഓരോരോ ന്യൂസുകൾ കാണുമ്പോഴും ജനങ്ങൾ പെട്ടെന്ന് തന്നെ ഡൈവേർട്ട് ആയി പോയിക്കോളും. അവർക്ക് ഈ കാര്യങ്ങളൊന്നും ഓർമ്മ തന്നെ ഉണ്ടാവില്ല. അഥവാ അതിന് പറ്റിയില്ലെങ്കിൽ ഇതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ പുതിയ പുതിയ ന്യൂസുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഈ നാട്ടിൽ ഇവരൊക്കെ എന്തൊക്കെ കാണണം, എന്തൊക്കെ കാണാൻ പാടില്ല, എന്തൊക്കെ വിൽക്കണം, എന്തൊക്കെ വിൽക്കാൻ പാടില്ല എന്നുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞങ്ങളെ പോലുള്ള ആൾക്കാരാണ്. ഞങ്ങളെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പാടില്ല, ഞങ്ങൾ പറയുന്നതാണ് ഈ രാജ്യത്തിന്റെ അവസാനത്തെ തീരുമാനം. അങ്ങനെ അഹങ്കാരത്തിൽ ഈ അഭയങ്കര സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ജനങ്ങൾക്കും കേൾക്കുന്ന രീതിയിൽ നമ്മുടെ ഹീറോ അതിന് പ്രതികരിക്കുകയാണ്. പല വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ അന്ന് ഒന്നും മിണ്ടാണ്ടിരുന്നത് കൊണ്ട് നമ്മൾ കുറെ കാലം അവരുടെ കാഴ്ചയിൽ അടിമകളെ പോലെ നിന്നു. ഇപ്പോ അവരുടെ ഇത് കഴിഞ്ഞപ്പോ എന്താ നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരും കൂടെ വന്നിട്ട് നമ്മളെ അടിമകളെ പോലെ ട്രീറ്റ് ചെയ്യാണ്. നമ്മൾ എന്ത് തിന്നണം, എന്ത് തിന്നാണ്ട് നിൽക്കരുത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കാണ്ടിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്താ ഇവരാണോ? ഇനിയും ഇങ്ങനെയുള്ള ഒരു ഇതും നടക്കാൻ പാടില്ല. ഇവരുടെ ഈ അധികാരത്തിനെതിരായിട്ട് നമ്മൾ ഇനി ശബ്ദം ഉയർത്തിയിട്ടില്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും. അങ്ങനെ ജനങ്ങൾക്ക് എല്ലാം വേണ്ടിയിട്ട് വലിയൊരു ഉപദേശം കൊടുത്തിട്ട് നമ്മുടെ സിനിമയുടെ ആരംഭത്തിൽ മരിച്ചു പോയിട്ടുണ്ടായ ഹീറോന്റെ അമ്മയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കത്തി എടുത്തിട്ട് ഈ അഭയങ്കറിന്റെ കഴുത്ത് ഒരൊറ്റ വെട്ടാണ്. ആ ഒരൊറ്റ വെട്ടിൽ തന്നെ അഭയങ്കർ ആ സ്പോട്ടിൽ മരിച്ചു വീഴുകയാണ്. അതിനുശേഷം പുറത്തുണ്ടായിട്ടുണ്ടായ ടാസ്ക് ഫോഴ്സ് ഉണ്ടല്ലോ, അവർക്ക് നമ്മുടെ ഹീറോ അഭയങ്കറിനെ കൊന്ന കാര്യം അറിയാണ്. അവർ ഉള്ളിൽ വന്നിട്ട് ഫുള്ളായിട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ മിസ്സിംഗ്. ഹീറോ അവിടുന്ന് എങ്ങനെയോ എസ്കേപ്പ് ആയിട്ടുണ്ടാവും. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയ്ക്ക് ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ടാകും. ന്യായത്തിനെതിരായിട്ട് പോരാടാൻ വേണ്ടിയിട്ട് എല്ലാവരെയും നമ്മുടെ ഹീറോ മാറ്റിയെടുത്തിട്ട് അയാളുടെ ആ റോബിൻഹുഡ് ജീവിതം തുടരുന്ന രീതിയിൽ അയാളുടെ അസിസ്റ്റന്റ് സഹായം കൊണ്ട് ഫോറിനുള്ള അയാളുടെ അക്കൗണ്ടിൽ സമ്പാദിച്ചു വെച്ച ഇനിയും കോടികൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ പൈസ ഉപയോഗിച്ചിട്ട് ആ താഴ്ന്ന ജാതിയിലുണ്ടായ ആൾക്കാർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ജനങ്ങൾക്കിടയിൽ വലിയൊരു തീ ആളി കത്തുന്ന രീതിയിൽ നമ്മുടെ ഹീറോ പുതിയൊരു ഉണർവായി മാറിയിട്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ ഈ സിനിമക്ക് ഞാൻ കൊടുത്ത വോയിസ് ഓവർ എങ്ങനെയുണ്ട്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. മാത്രമല്ല എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.